വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് പതിവാകുകയാണ്. ആനയും കരടിയും കടുവയും പുലിയും തുടങ്ങി കാടിറങ്ങുന്ന വന്യതയിങ്ങ് തുടർക്കഥയാകുമ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് വയനാട് മാനന്തവാടിയിലേക്കാണ്. മാനന്തവാടിയിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പനെ ലോറിയിൽ കയറ്റാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അവിടെ താഴെയങ്ങാടിയിലെ വാഴത്തോട്ടത്തിൽ വെച്ചാണ് ആനയ്ക്ക് 2 ഡോസ് മയക്ക് വെടിവെച്ചത്. 10 മണിക്കൂറിലേറെ മാനന്തവാടി നഗരത്തെ വിറപ്പിച്ച ആന മയങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുങ്കി ആനകൾ ആനയുടെ അടുത്തെത്തിച്ചിരിക്കുകയാണ്. എലിഫന്റ് ആംബുലൻസിനടുത്തേക്ക് ആനയെ കുങ്കി ആനകൾ ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുവരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഉടൻ തന്നെ കൊമ്പനെ ലോറിയിലേക്ക് മാറ്റുമെന്നറിയുന്നു. നമ്മൾ അവിടേക്ക് പോയാൽ, മാനന്തവാടിയിലേക്ക് പോയാൽ അനീസ് അലിയാണ് മാനന്തവാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അനീസ്, എന്തായി അവിടെ കാര്യങ്ങൾ? ഉടനെ തന്നെ കൊമ്പനെ ലോറിയിലേക്ക് കയറ്റാൻ സാധിക്കുമോ? തീർച്ചയായും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദിവ്യ. വൈകുന്നേരം 5:30 കൂടി തന്നെ ആദ്യ മയക്കുവെടി ആനയ്ക്ക് നൽകാൻ കഴിഞ്ഞു. അതോടുകൂടി തന്നെ ആന മയങ്ങി തുടങ്ങി. 2ാം ഡോസ് നൽകിയിട്ടുണ്ട്. ആന ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ട്. ഈ കാണുന്ന വാഴത്തോട്ടത്തിൽ തന്നെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആനയെ കൊണ്ടുപോകാനുള്ള വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുവേണ്ട റോഡ് സജ്ജീകരിക്കും. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഈ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള വാഹനം അങ്ങോട്ട് കടത്തിവിടാൻ ആവശ്യമായ മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ JCB ഉപയോഗിച്ച് ഒരുപാട് പേർ കൂടി നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ രാവിലെ 5:30 മുതൽ തുടങ്ങിയ ഉദ്യോഗജനകമായ നിമിഷങ്ങളാണ് വൈകുന്നേരം 5:30 കൂടി ഒരു ശുഭപര്യവസാനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ഇപ്പോഴും ആനയ്ക്ക് മയക്കുവെടി കൊണ്ടുവന്നത് ഒഴിച്ചാൽ ആനയെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആനയെ ആദ്യഘട്ടത്തിൽ കാലുകൾ ബന്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഈ പ്രത്യേകം സജ്ജമാക്കിയ ആംബുലൻസ് അഥവാ ഈ ആനയെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ലോറി പ്രത്യേകം സജ്ജമാക്കിയ ഒരു ലോറിയാണ് ഈ നമുക്ക് കാണാവുന്ന ഈ ലോറിയിലേക്ക് ആനയെ കയറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ലോറി ഇവിടേക്ക് പിൻഭാഗം അങ്ങോട്ടാക്കി വാഴത്തോട്ടത്തിന് സമീപത്തേക്ക് ഈ ലോറി എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ലോറിക്ക് കടന്നു പോകാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിലേക്ക് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ലോറി അവിടേക്ക് എത്തിക്കുകയും കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ ഈ വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതിനെ ആന്റിഡോസ് കൂടി നൽകി ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടുക. എന്തായാലും രാവിലെ 5:30 കൂടി ജനവാസ കേന്ദ്രത്തിൽ ആദ്യം എടവക പഞ്ചായത്തിലാണ് ആദ്യം ഈ ആനയെ നാട്ടുകാർ കാണുന്നത്. വൈകുന്നേരം 5:30 കൂടി മയക്കുവെടി വെക്കുന്നത് വരെ ഉദ്യോഗജനകമായ നിമിഷങ്ങൾക്കാണ് പ്രദേശം സാക്ഷിയായത്. ഇതിലേറെക്കുറെ സമയവും ഈ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വാഴത്തോട്ടത്തിൽ തന്നെയാണ്. ഈ വാഴത്തോട്ടത്തിന് സമീപത്തായി ഇപ്പോൾ നിരവധി പേർ കൂടി നിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് ഈ കാട്ടാനയെ പിടികൂടാനാകൂ എന്ന് ഉറപ്പായതോടുകൂടി തന്നെ ഈ ജനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാനാകും എന്നത് വലിയ ആശങ്കയായിരുന്നു. കാരണം സാധാരണഗതിയിൽ മയക്കുവെടി വെച്ചാൽ കാട്ടാന അതിവേഗത്തിൽ കുതിച്ചു പായുകയാണ് ചെയ്യുക എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും ഒക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി വലിയ ആശങ്കാജനകമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരുന്നത്. മാനന്തവാടി നഗരത്തിൽ തന്നെയാണ്. രാത്രിയായതുകൊണ്ട് ആ ദൃശ്യങ്ങൾ വ്യക്തമല്ല. ആന വാഴത്തോട്ടത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് അനീസ് പറയുന്നുണ്ട്. കുങ്കിയാനകളും അതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആനയുടെ അടുത്തു തന്നെയുണ്ടെന്നാണോ നമുക്കറിയാൻ കഴിയുന്നത്? തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വാഴത്തോട്ടത്തിന് തൊട്ടടുത്തായ ഒരു പ്രദേശത്താണ്. ഇവിടെ തന്നെയാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാ ആളുകളും തമ്പടിച്ചിട്ടുള്ളത്. ഇവിടെ ആനയെ കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആനയെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഈ വാഹനം എത്തിയിട്ടുണ്ട്. ഈ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഈ വാഹനം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വാഹനത്തെ ആനകൾ നിൽക്കുന്ന തോട്ടത്തിനടുത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇനി ആദ്യം ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മണ്ണ് നീക്കി ഈ വാഹനം ഒരല്പം താഴ്ചയിലേക്ക് പിൻഭാഗം താഴ്ത്തി നിർത്തിയതിനു ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തള്ളി കയറ്റുകയാണ് വാഹനത്തിലേക്ക് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഇപ്പോൾ സമയമെടുക്കുന്നത്. ഇവിടെ പ്രത്യേകം ഒരു വെളിച്ച സജ്ജീകരണമൊക്കെ വനം വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ JCBകൾ എത്തിച്ചിട്ടുണ്ട്. JCB ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം
അതിനുശേഷം ഈ ആനയെ ഈ വാഹനത്തിലേക്ക് കയറ്റും. അതിനുശേഷം ഇതിന് ആന്റിഡോസ് നൽകി ബന്ദിപ്പൂർ വനമേഖലയിൽ തന്നെ തുറന്നുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. വനംവകുപ്പ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് ഇന്ന് തന്നെ അതിനെ തുറന്നുവിടും എന്നാണ് അറിയുന്നത്. ഈ മാസം ജനുവരി 16-നാണ് ഈ ആദ്യമായി ഈ ആനയെ വനംവകുപ്പ് കർണാടക വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. കർണാടകയിലെ ഹാസനിൽ നിന്നാണ് ഇതിനെ പിടികൂടിയത്. അതിനുശേഷം മൂലഹള്ള വനമേഖലയിൽ ഇതിനെ തുറന്നുവിടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2 ആഴ്ച പിന്നിടുമ്പോഴാണ് കോളർ ID ഘടിപ്പിക്കപ്പെട്ട ആ കാട്ടാന ഇവിടേക്ക് തന്നെ മാനന്തവാടിയിലെ മറ്റൊരു ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നത്.